ലോക വയോജന ദിനം. എല്ലാ കൊല്ലവും ഒക്ടോബർ 1-ാം തീയതിയാണ് നമ്മൾ ലോക വയോജന ദിനം ആചരിക്കുന്നത്. ഇക്കൊല്ലത്തെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ജെറിയാട്രിക്സ് വിഭാഗം നടത്തുന്ന ടിഡോപ്പ് 2024 എന്ന ഇവന്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ടിഡോപ്പ് 2024? ടിഡോപ്പ് 2024 എന്നാൽ തൃശൂർ ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ്. തൃശൂർ ജില്ലയിലെ എല്ലാ വയോജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു സംഗമ വേദിയാണ് ടിഡോപ്പ് 2024. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലെ കൺസൾട്ടൻസിനോട് തന്നെ നമുക്ക് ചോദിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ സിജി ജോസ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ജെറിയാട്രിക് മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ആൻഡ് ഹെഡ്. നമസ്കാരം, ഞാൻ ഡോക്ടർ എം.എൽ. ഡേവിസ്, കൺസൾട്ടന്റ് ജെറിയാട്രിക് മെഡിസിൻ, ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ. എന്താണ് വയോജന വിഭാഗം അഥവാ ജെറിയാട്രിക് മെഡിസിൻ? ജെറിയാട്രിക് മെഡിസിൻ വിഭാഗം അഥവാ വയോജന വിഭാഗം പ്രായം കണക്കിലെടുക്കുകയാണെങ്കിൽ 60 വയസ്സിന് മുകളിലേക്കുള്ള വിഭാഗത്തിനെയാണ് നമ്മൾ വയോജന വിഭാഗമായി കണക്കാക്കപ്പെടുന്നത്. എന്താണ് ഈ വിഭാഗത്തിന്റെ ഒരു പ്രത്യേകത? അവരെ ബാക്കിയുള്ള വിഭാഗമായി കണക്കാക്കിയാൽ പോരെ എന്നുള്ളതാണ് എല്ലാവരും കൂടുതലായി ചോദിച്ചു വരാറുള്ളത്. അതിനുള്ള ഉത്തരം എന്തെന്ന് വെച്ചാൽ തന്നെ നമ്മൾ കൂടെ കേൾക്കുന്ന ഒരുപാട് ചോദ്യങ്ങളാണ്. നമ്മൾ ഒ പിയിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വേറെ വാർഡിൽ റൗണ്ട്സിൽ പോകുമ്പോഴും എല്ലാതും നമ്മൾ കൂടുതലായി കേൾക്കുന്ന ചോദ്യങ്ങളാണ്. അതായത്, ഒരാഴ്ച മുമ്പ് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എൻ്റെ അപ്പച്ചന് ചെറിയൊരു ക്ഷീണം വന്നു, കിടപ്പായി പോയി, പിന്നെ മരണം സംഭവിച്ചു എന്നുള്ളത്. ഒരാളിൽ നിന്നല്ല, പല ആൾക്കാരിലും പ്രായമായവരിൽ കേൾക്കുന്ന ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ. അപ്പം ഇത് നമുക്ക് മാറ്റി ചിന്തിച്ചാൽ, അതായത് ഈ ക്ഷീണം വന്നത് മിക്കവാറും ചെറിയൊരു യൂറിനറി ഇൻഫെക്ഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ന്യൂമോണിയയുടെയോ ലക്ഷണമായിട്ടായിരിക്കാം. അത് നമ്മൾ അതിന് വകവെക്കാതെ അത് പ്രായത്തിൻ്റെതാണ് എന്ന് മുദ്രകുത്തി അതിന്, അതായത് ഏജിസം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയുക, അതിന് ചികിത്സ കൊടുക്കാതെ അത് പ്രായത്തിന്റെ ക്ഷീണമാണെന്ന് കണക്കാക്കി വീട്ടിൽ തന്നെ ചികിത്സിച്ച് അതിനെ ഒരു കോംപ്ലിക്കേഷനിൽ എത്തിക്കുന്ന അവസ്ഥ നമ്മൾ സ്ഥിരം കണ്ടുവരാറുള്ളതാണ്. അതിനെ മാറ്റി നിർത്തി പ്രായമായ ആൾക്കാർക്ക് വരുന്ന എല്ലാ ചെറിയ ലക്ഷണങ്ങളും ഏതെങ്കിലും അസുഖത്തിന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ള കാരണങ്ങൾ മൂലമായിരിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് യഥാർത്ഥ ചികിത്സ നൽകി ചികിത്സിക്കുന്ന വിഭാഗമാണ് ജെറിയാട്രിക് മെഡിസിൻ വിഭാഗം. അതേപോലെ തന്നെ ഡോക്ടർ, നമ്മൾ ഒ പിയിൽ സാധാരണയായി കണ്ടുവരുന്ന ഈ ജെറിയാട്രിക് വിഭാഗത്തിലെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്ക് എല്ലാവർക്കും കേട്ടുപരിച്ചുള്ള വാക്കുകളായിരിക്കും. ഓർമ്മക്കുറവ്, അതായത് ഈയിടെയായി ചില കാര്യങ്ങൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, ഉറക്കം തീരെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉറക്കം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങൾ, അതായത് ഉറക്കത്തിനിടയിലുള്ള രണ്ടിന് മേലെ അല്ലെങ്കിൽ 3-ലധികം തവണ മൂത്രമൊഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഉന്മേഷക്കുറവ്, വിഷാദം, തുടരെയുള്ള വീഴ്ചകൾ, മലമൂത്ര വിസർജന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഈ വിഭാഗത്തിന്റെ പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നു. ജൂബിലി മിഷൻ ആശുപത്രിയിൽ വയോജന വിഭാഗം അഥവാ ജെറിയാട്രിക് മെഡിസിൻ നൽകിക്കൊണ്ടിരിക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണ്? 3 തരം സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഒന്ന് ഒ പി സർവീസ്, ഒന്ന് ഐ പി സർവീസ്, മൂന്നാമത് ഹോം കെയർ സർവീസ്. ഒ പി സർവീസിന് കൂടുതൽ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, പ്രായമായവരിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് കോംപ്രഹെൻസീവ് ജെറിയാട്രിക് അസസ്മെന്റ് എന്നൊരു മോഡലിലാണ് നമ്മൾ ഒ പി നടത്തി കൊണ്ടുവന്നിരിക്കുന്നത്. ഹോം കെയർ എന്ന് പറയുന്ന ആശയം കുറേ നാളുകളായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രായമായവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ക്യൂ നിന്ന് ഡോക്ടറെ കാണിക്കുക എന്ന് പറയുന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം വേറെ ഒന്നും തന്നെയില്ല. അപ്പം അതിന് നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് തോന്നിയൊരു ആശയമാണ് ഒ പി അറ്റ് ഹോം. അതായത് ഒ പിയിൽ ഡോക്ടറെ വന്ന് കണ്ട് മരുന്നുകൾ എഴുതി തിരിച്ചു പോകുന്നതിൻ്റെ അതേ സാറ്റിസ്ഫാക്ഷൻ തന്നെ വീടുകളിൽ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആശയമാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 1 ലോക വയോജന ദിനം. ഈ തവണത്തെ 2024 ആശയം അന്തസ്സോടെ പ്രായമാകൽ. ഈ പ്രായമായിട്ടുള്ളവർക്കുള്ള പരിചരണവും പിന്തുണയും ആണ് ഈ തവണത്തെ ഊന്നൽ കൊടുക്കുന്ന വിഷയങ്ങൾ. ഇതന്നെയാണ് നമ്മൾ ടിഡോപ്പ് എന്ന പരിപാടിയിലും ഉദ്ദേശിക്കുന്നത്. അവർക്കുള്ള അവയർനെസ് ക്ലാസ്സുകളും അവർക്കുള്ള കൾച്ചറൽ പ്രോഗ്രാംസും അതുപോലെ തന്നെ എക്സിബിഷൻസും, അതിലൂടെ അവർക്ക് കൂടുതൽ ബോധവൽക്കരണം നൽകുക എന്നതും അവരെ കൂടുതൽ ഒരു ആരോഗ്യമുള്ള വാർദ്ധക്യ സമൂഹത്തെ വാർത്തെടുക്കുക എന്നതുമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മൾക്കറിയാവുന്നത് പോലെ പ്രായമായിട്ടുള്ളവരുടെ നമ്പർ, അതായത് 150 മില്യൺ ആളുകളാണ് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് ഇന്ന് വാർദ്ധക്യ സമൂഹത്തിലുള്ളത്. ഇത് 2050 ഒരു ഡബിൾ അടങ്ങ്, അതായത് 300 മില്യണോളം ആളുകളാണ് വാർദ്ധക്യ സമൂഹത്തിൽ ഉണ്ടായിരിക്കാൻ നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഈ സമൂഹത്തെ ഇന്ന് മുതൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു വാർദ്ധക്യ സമൂഹത്തെ പടുത്തുയർത്തുക എന്നതാണ് ജെറിയാട്രിക് മെഡിസിൻ വിഭാഗത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. Remember, aging is a phenomenon, but healthy aging is a choice. So, celebrate your golden years with TDOP 2024.